നിധി തേടിയുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ പരിശ്രമിക്കുന്നവരെ പല കഥകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലും ഇത്തരം നിരവധി പേരുണ്ട്. രാഷ്ട്രങ്ങളിലും രാഷ്ട്രീയത്തിലും അതിർവരമ്പിനുള്ളിലെ മോഹങ്ങളും അതിരുകടന്ന അതിമോഹങ്ങളും ഒക്കെ ഇടകലർന്ന ഭൂലോക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ് പ്രമാണം. 1 രൂപ കളഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തിരിച്ചു പിടിക്കാൻ അമേരിക്കയ്ക്കറിയാം. യുക്രൈന് യുദ്ധസഹായമായി $350 ബില്യൺ നൽകിയെന്നാണ് ട്രംപിന്റെ കണക്ക് പുസ്തകത്തിൽ. നഷ്ടം നികത്താൻ യുക്രൈന്റെ അമൂല്യമായ പ്രകൃതി വിഭവങ്ങളിൽ അമേരിക്കയുടെ കണ്ണുടക്കിയിട്ട് നാളുകളേറെയായി. വൈറ്റ് ഹൗസിൽ ട്രംപും സെലൻസ്കിയും കൊമ്പുകോർക്കുന്നത് വരെ എത്തിയിരുന്നു കാര്യങ്ങൾ. ഒടുവിൽ സെലൻസ്കിയും മെരുങ്ങി. അമേരിക്കയും യുക്രൈനും അപൂർവ ഭൂമിധാതുക്കളും പ്രകൃതി വിഭവങ്ങളും പങ്കിടാനുള്ള നിർണായക കരാറിൽ ഒപ്പുവെച്ചു. You'll fight it out. I don't think it's going to be pretty, but you'll fight it out. വൈറ്റ് ഹൗസിലെ ട്രംപ് സെലൻസ്കി പോര് ഇനി പഴങ്കഥ. സമാധാനത്തിന്റെ പ്രവാചകൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷകൾക്ക് ശേഷം വത്തിക്കാന്റെ അന്തഃപുരത്തിൽ മുഖാമുഖം കസേരയിട്ടിരുന്ന് ട്രംപും സെലൻസ്കിയും ധാരണയിലെത്തി. മാസങ്ങൾ നീണ്ട മാരത്തൺ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അവസാനമിട്ടൊരു കരാർ. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റും യുക്രൈൻ ഉപപ്രധാനമന്ത്രിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുക്രൈൻ റീഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് അറിയപ്പെടും ഈ കരാർ. അപൂർവ ധാതുക്കൾ അടക്കം പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമാണ് യുക്രൈൻ. യുക്രൈന്റെ ഈ സമ്പത്തിൽ ഇനി അമേരിക്കയ്ക്കും അവകാശമെന്ന് അർത്ഥം. Has the deal changed at all from the last time we heard about it? Well, I'll ask Scott to answer the question because he's responsible for it. Yeah, our side is ready to sign. Ukrainians decided last night to make some last-minute changes. We're sure that they will reconsider that. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിന് പ്രതിഫലമായാണ് അപൂർവ ധാതു ശേഖരത്തിലെ പങ്ക് അമേരിക്ക ആവശ്യപ്പെട്ടത്. പകരം യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക സഹായിക്കും. $350 ബില്യൺ യുക്രൈന് യുദ്ധസഹായമായി നൽകിയെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്ക്. $79 ബില്യൺ മാത്രമെന്ന് മറ്റ് കണക്കുകളുമുണ്ട്. യുക്രൈനിൽ നിക്ഷേപങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്ന തത്തുല്യ കരാറാണെന്നാണ് സെലൻസ്കിയുടെ അവകാശവാദം. കരാറിൽ കടം ഉൾപ്പെടുന്നില്ല. യുക്രൈനിന്റെ പുനർനിർമ്മാണത്തിനായി ഒരു സംയുക്ത നിക്ഷേപ ഫണ്ട്. കരാർ യുക്രൈന് ഗുണം ചെയ്യുമെന്നാണ് സെലൻസ്കി രാജ്യത്തോട് പറഞ്ഞത്. Угода значно змінилась в процесі підготовки. Тепер це дійсно. കരാറിലെ വ്യവസ്ഥകൾ ഇപ്പോഴും നിഗൂഢമാണ്. മുഴുവൻ പരസ്യപ്പെടുത്താൻ യുക്രൈനും US-ഉം തയ്യാറായിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ നിർണായകമെന്ന് തിരിച്ചറിഞ്ഞ 34 ധാതുക്കളിൽ 22 വലിയ നിക്ഷേപം യുക്രൈനിലുണ്ട്. ഫെറോ അലോയ്, വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ എന്നിങ്ങനെ ചില അപൂർവ മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ലിഥിയം ശേഖരമാണ് യുക്രൈനിലേത്. ഏതാണ്ട് 5 ലക്ഷം ടൺ. ആണവ റിയാക്ടറുകളിലെ പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ ശേഖരവും യുക്രൈനിലുണ്ട്. വിമാന ചിറകുകളും മറ്റ് എയറോസ്പേസ് ഘടകങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം, ആണവോർജം, മെഡിക്കൽ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന യുറേനിയം, ഇവയെല്ലാം യുക്രൈനിൽ സമൃദ്ധം. എന്തായാലും ഇതിൽ നിന്നുള്ള വരുമാനം ഉടനൊന്നും ലഭിച്ചു തുടങ്ങില്ല. വരുമാനം കണ്ടെത്താൻ അമേരിക്കയും യുക്രൈനും 1 ദശാബ്ദമോ അതിലധികമോ കാത്തിരിക്കേണ്ടി വരും. ഖനന മേഖലകൾ സ്ഥാപിതമായ കാനഡയിലും ഓസ്ട്രേലിയയിലും പ്രധാനപ്പെട്ട ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഖനികൾ വികസിപ്പിക്കാൻ 10 മുതൽ 20 വർഷം വരെ എടുത്തതാണ് ചരിത്രം. ഒരു വിഭവത്തിൽ നിന്ന് സാമ്പത്തികമായി ലാഭകരമായ ഒരു കരുതൽ ശേഖരത്തിലേക്ക് മാറുന്നതിന് ഗണ്യമായ സമയവും നിക്ഷേപവും ആവശ്യമാണ്. 3 വർഷം പഴക്കമുള്ള റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിൽ വൈദ്യുതി, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും ഭാവി സുരക്ഷ ഉറപ്പു നൽകാത്തതുമായ ഒരു രാജ്യത്തേക്ക് പണം ഒഴുക്കുന്നതിൽ നിക്ഷേപകർ മടി കാണിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു.
യുക്രൈനിലാകെ 3482 ലൈസൻസുകളുണ്ട്. തിരിച്ചറിഞ്ഞ 24 സാധ്യതയുള്ള ഖനന പദ്ധതികളിൽ 7 യുക്രൈനിലെ റഷ്യൻ അധിനിവേശ ഭാഗങ്ങളിലാണ്. അവയിലാണ് ലിഥിയം, ഗ്രാഫൈറ്റ്, അപൂർവ ഭൂമി മൂലകങ്ങൾ, നിക്കൽ, മാംഗനീസ് എന്നിവ ഉൾപ്പെടുന്നതും. സംയുക്ത നിക്ഷേപം, തുല്യ പങ്കാളിത്തം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള മാനമുണ്ട് ഈ നീക്കത്തിന്. യുക്രൈനെ സംബന്ധിച്ച് ഭാവിയിലെ US സൈനിക സഹായം ഉറപ്പാക്കുന്നതിൽ ഈ കരാറ് നിർണായകമായി കണക്കാക്കപ്പെടുന്നു. അപൂർവ ധാതു ഖനനത്തിൽ ചൈനയുടെ ആധിപത്യത്തിന് വെല്ലുവിളിയാണ് US യുക്രൈൻ കരാർ. കാനഡയുടെ അമരത്ത് ഇനിയും കാർണി തന്നെ. ഉടനൊന്നും തിരിച്ചു വരില്ലെന്ന് പ്രവചിച്ചവരെ അമ്പരപ്പിച്ച് ലിബറൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയം. മറ്റാർക്കുമല്ല, നന്ദി പറയേണ്ടത് ട്രംപിനോടാണ്. 51ാം സ്റ്റേറ്റ് ആക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു ലിബറൽ പാർട്ടിയുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. എല്ലാ പ്രവചനങ്ങളും അസ്ഥാനത്താക്കുന്നതായിരുന്നു കാനഡയുടെ തെരഞ്ഞെടുപ്പ് ഫലം. തൊഴിൽ പ്രശ്നങ്ങളും ആരോഗ്യ മേഖലയുടെ ക്ഷീണവും നാണ്യപ്പെരുപ്പവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ചൂടുപിടിപ്പിച്ച ചർച്ചയാകുമെന്ന് കരുതിയെടുത്ത് ഇതൊന്നും വിഷയമേ ആയില്ല. ദേശീയത ആളിക്കത്തിച്ച് ലിബറൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയം. കാനഡയെ US-ന്റെ 51ാം സംസ്ഥാനമാക്കുമെന്നും US കാനഡ അതിർത്തി തന്നെ ഇല്ലാതാക്കുമെന്നും കാനഡയിലെ നദികൾ US-ലെ വരൾച്ചാ മേഖലകളിലൂടെ ദിശമാറ്റി ഒഴുക്കുമെന്നുമൊക്കെ വായിൽ തോന്നിയതുപോലെ എല്ലാം ട്രംപ് വിളിച്ചു പറഞ്ഞത് ഹൈ വോൾട്ടേജ് പ്രചരണ വിഷയമായി. പകരച്ചുങ്കവും വ്യാപാര ഉപരോധവും ഇതിന് ഇന്ധനമായി. പ്രതിച്ഛായ ഇടിഞ്ഞ ട്രൂഡോയെ മാറ്റി മാർക്ക് കാർണിയെ പ്രതിഷ്ഠിച്ചത് കൃത്യം ടൈമിൽ. കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി ആഴ്ചകൾക്കുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2024 വരെ പിയെ പൊയ്ലീവ്രയുടെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ. ലിബറൽ പാർട്ടിയേക്കാൾ വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിൽ 25%-ലധികം പോയിന്റ് നേടുകയും ചെയ്തിരുന്നു. പക്ഷേ മാർക്ക് കാർണിയുടെ കടന്നുവരവ് ലിബറൽ പാർട്ടിയുടെ തലവര മാറ്റി എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമെന്ന് കാനഡയ്ക്കും തോന്നി. US ഉൽപ്പന്നങ്ങളുടെ നിരോധനവും US-ലേക്കുള്ള അവധിക്കാല യാത്രാ വിലക്കുമടക്കം കാർണിയുടെ അമേരിക്കയ്ക്കുള്ള മറുപടികളും കനേഡിയൻസിനെ ആവേശം കൊള്ളിച്ചതാകാം കാനഡയുടെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിച്ചത്. കനേഡിയൻ സിഖ് രാഷ്ട്രീയക്കാരനായ ജഗ്മീത് സിംഗ് നേതാവായ പാർട്ടിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. ഇത്തവണ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമായി. 7 സീറ്റിൽ ഒതുങ്ങിയ NDPക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായി. 11%-ലധികം വോട്ട് വിഹിതം കുറഞ്ഞു. പാർട്ടി തലവനായ ജഗ്മീത് സിംഗ് തന്നെ പരാജയപ്പെടുകയും ചെയ്തു. ട്രൂഡോ സർക്കാരിൽ ശക്തമായ പ്രാതിനിധ്യമുള്ള സഖ്യകക്ഷി കൂടിയായിരുന്നു NDP. മാർക്ക് കാർണിക്ക് ഇനി പരീക്ഷണകാലമാണ്. US-ലേക്കുള്ള കയറ്റുമതിയാണ് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ. അടിത്തറ ഇളകാതെ വിശ്വാസം കെട്ടിപ്പടുക്കണം. കാർണി അധികാരത്തിൽ വന്നതോടെ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽസിനും കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രൂഡോയുടെ ഇന്ത്യ വിരുദ്ധ നയത്തെ ജനങ്ങൾ എതിർക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഇത് കാർണിയും ലിബറൽ പാർട്ടിയും മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കാം. യുദ്ധത്തിന് തയ്യാറാണെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഒക്കെ പറയുന്ന പാകിസ്ഥാനിലെ ശരിക്കുള്ള അവസ്ഥ എന്താണ്? അത്ര മെച്ചമല്ല അവിടെ കാര്യങ്ങളെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പട്ടാളത്തിന് മുൻപത്തെ അത്ര പിന്തുണ ഇപ്പോൾ ഇല്ലെന്നും വാർത്തകളുണ്ട്. അതിർത്തിയിലേക്ക് നീങ്ങുന്ന ടാങ്കുകൾ, ആകാശത്ത് പോർ വിമാനങ്ങൾ, എല്ലായിടത്തും കനത്ത ജാഗ്രതയാണ്. ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഏതു നാട്ടിലെയും പോലെ ആശങ്കയാണ് എല്ലാവർക്കും. ഇന്ത്യ ഉടൻ തിരിച്ചടിക്കുമെന്ന് ജനങ്ങളോട് പറയുന്നത് പാകിസ്ഥാനിലെ ഭരണ നേതൃത്വം തന്നെയാണ്. Pakistan has credible intelligence that India intends carrying out military action against Pakistan. India's self-assumed hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. പറഞ്ഞ സമയത്ത് ഇന്ത്യ ആക്രമിച്ചില്ല. പക്ഷേ ഇന്ത്യ വരുമെന്ന് മുറവിളിക്ക് കുറവൊന്നുമില്ല. യുദ്ധഭയം
ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ആയുധമാക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരും പട്ടാളവും. പട്ടാളത്തിന് വലിയ ജനപിന്തുണയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ, പലപ്പോഴും സർക്കാരിനേക്കാളും ജനപ്രതിനിധികളെക്കാളും അധികം. പക്ഷേ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയാണ് ഒരു കാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 30% വരെയാണ് നാണയപ്പെരുപ്പം കൂടിയത്. ഈയിടെയാണ് അതിന് കുറച്ച് ശമനം വന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്നു. തൊഴിലില്ലായ്മയുടെ കാര്യവും അങ്ങനെ തന്നെ. ഇതിനു പുറമെയാണ് രാഷ്ട്രീയ പ്രതിസന്ധികൾ. കഴിഞ്ഞ ആഴ്ച സൈനിക നേതൃത്വത്തിന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലെ ജയിലിലെത്തി. രഹസ്യ സന്ദർശനമായിരുന്നുവെങ്കിലും അധികം താമസിയാതെ വാർത്ത പുറത്തു വന്നു. ഒരു VIP കാണാനായിരുന്നു ഈ വരവ്. അതാരായിരുന്നുവെന്നോ? ഇമ്രാൻഖാൻ. 2 വർഷത്തോളമായി റാവൽപിണ്ടിയിലെ ജയിലിലാണ് ഇമ്രാൻഖാൻ. അഴിമതി കേസുകളിൽ 14 വർഷത്തെ തടവ്. കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന പാർട്ടിയുടെ ചിഹ്നം പോലും റദ്ദാക്കി നടന്ന തിരഞ്ഞെടുപ്പായിരുന്നു അത്. വ്യാപകമായ ക്രമക്കേടുകളും നടന്നു. എന്നിട്ടും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് PTIയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ മറ്റ് പ്രധാന പാർട്ടികൾ ചേർന്ന് സഖ്യ സർക്കാരുണ്ടാക്കി. യുദ്ധം ആസന്നമായിരിക്കെ ഇമ്രാൻഖാന്റെ പിന്തുണ കൂടി വേണം സർക്കാരിനും പട്ടാളത്തിനും. ഇപ്പോൾ സൈനിക തലവനായിരിക്കുന്ന അസിം മുനീറിനെ ISI തലപ്പത്ത് നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട് പണ്ട് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇമ്രാൻഖാൻ. അന്നു മുതലുള്ള പകയുണ്ട് ഇരുവർക്കുമിടയിൽ. അത് മറക്കാൻ ഇപ്പോൾ ജനറൽ ആസിം മുനീർ തയ്യാറാണ്. പക്ഷേ റാവൽപിണ്ടിയിലെ തടവറയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടെന്നാണ് വിവരം. എന്നുവെച്ചാൽ പാകിസ്ഥാനിലെ ഏറ്റവും ജനസമ്മതിയുള്ള പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയൊന്നും ഇത്തവണ സൈന്യത്തിന് കിട്ടില്ല. നേരത്തെ അത്ര മെച്ചമല്ലാത്ത പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതി യുദ്ധഭീതിയിൽ കൂടുതൽ മോശമാവുകയാണ്. പലതവണ IMFൽ നിന്ന് കടം വാങ്ങിയ പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിന് ചൈനയുടെ കാൽക്കൽ വീണിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് $7 ബില്യൺ കടം IMFൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയത്. IMFൽ നിന്നെടുക്കുന്ന 24ാമത്തെ വായ്പ. അതിനുശേഷം സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. ഇപ്പോൾ ചൈനയുമായി ഒരു നാണയ കൈമാറ്റത്തിന് ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. നാണയ കൈമാറ്റമെന്നാൽ പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമായ നാണയം ചൈന നൽകണം. അങ്ങനെ ചൈനീസ് നാണയമായ യുവാന്റെ ഉയർന്ന മൂല്യം ഉപയോഗിച്ച് സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാം. 1000 കോടി യുവാനാണ് പാകിസ്ഥാൻ ചോദിച്ചിരിക്കുന്നത്. നാണയ കൈമാറ്റത്തിലൂടെ ഇതിനോടകം 3000 കോടി യുവാൻ ചൈന നൽകി കഴിഞ്ഞു. അതിനു പുറമെയാണ് 1000 കോടി കൂടി ചോദിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മോശമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി. ഇന്ത്യയുമായി ഒരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ പാകിസ്ഥാനില്ലെന്ന് ചുരുക്കം. പാകിസ്ഥാൻ വ്യോമപാത വിലക്കിയതോടെ അടുത്ത ഒരു വർഷം $60 കോടി അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യയുടെ കണക്ക്. സർക്കാരിനോട് വിമാന കമ്പനി സഹായം ചോദിച്ചിരിക്കുകയാണ് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ സ്ഥിതി ഇതാണെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ പങ്കില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിൽ തീവ്രവാദികളുമായുള്ള പഴയ ബന്ധം പാകിസ്ഥാൻ നേതാക്കൾ സമ്മതിക്കുന്നതും കഴിഞ്ഞ വാരം ലോകം കണ്ടു. ആദ്യം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, പിന്നെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. I don't think that it's a secret that Pakistan has a past as far as extremist groups are concerned. Well, we have been doing this dirty work for the United States for about 3 decades, and West, including Britain. എത്രയോ കാലമായി ഇന്ത്യ പറയുന്ന കാര്യമാണിത്. പാകിസ്ഥാനിലെങ്ങും തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ ചാവേറുകൾ തയ്യാറാകുന്നുവെന്ന് ഇന്ത്യ പല വേദികളിലും ഉന്നയിച്ചു. മുസ്ലിം തീവ്രവാദം ലോകത്തിലേക്ക് മുഴുവൻ കയറ്റി അയക്കുന്ന കേന്ദ്രമായി ആ രാജ്യം മാറിയെന്നും പറഞ്ഞു. ഇന്ത്യയെ നടുക്കിയ ഓരോ തീവ്രവാദ ആക്രമണത്തിന് ശേഷവും സർക്കാർ ഐക്യരാഷ്ട്രസഭയിലടക്കം തെളിവുകളുമായി പോയി. മുംബൈ ഭീകരാക്രമണം നടത്തിയ സംഘത്തിലെ ഒരാളെ പാകിസ്ഥാൻകാരനായ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ച് ലോകത്തിനു മുന്നിൽ നിർത്തി. അപ്പോഴെല്ലാം നടുക്കം രേഖപ്പെടുത്തിയ ശേഷം കശ്മീർ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്നാണ് പാശ്ചാത്യ ശക്തികൾ പ്രതികരിച്ചത്. ഞങ്ങളുടെ പങ്കിന് തെളിവെവിടെ എന്ന് ചോദിച്ച് ആരോപണം തള്ളി പാകിസ്ഥാൻ സർക്കാർ. അതേ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ സ്വയം തെളിവുകളായി ലോകത്തിനു മുന്നിൽ നിൽക്കുകയാണ്. അമേരിക്കയിലെ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖങ്ങളിലാണ് പ്രതിരോധ മന്ത്രിയും മുൻ വിദേശകാര്യമന്ത്രിയും തീവ്രവാദ ബന്ധം സമ്മതിച്ചത്. ലോകമെങ്ങും ഇത് വലിയ വാർത്തയായി. പക്ഷേ അതോടൊപ്പം അവരൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. മുസ്ലിം തീവ്രവാദികളെ പിന്തുണച്ചത് അമേരിക്കയും ബ്രിട്ടനും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും പറഞ്ഞിട്ടാണ്. അതേക്കുറിച്ച് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടമില്ല. അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനാണ് താലിബാൻ തീവ്രവാദികളെ അമേരിക്ക സജ്ജമാക്കിയത് 1980-കളിൽ.
പാകിസ്ഥാനായിരുന്നു കേന്ദ്രം. 2 പതിറ്റാണ്ടിന് ശേഷം താലിബാൻ സർക്കാരിനെ വീഴ്ത്താൻ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി മറ്റ് തീവ്രവാദി സംഘങ്ങളെ പോരിനിറക്കാനും പാകിസ്ഥാൻ തയ്യാറായി. പിന്നെയും കാലം കടന്നുപോയി. പശ്ചിമേഷ്യയിലാകെ അമേരിക്കയ്ക്ക് താൽപ്പര്യം നഷ്ടമായി. അപ്പോൾ അഫ്ഗാൻ തിരിച്ചുപിടിച്ചു താലിബാൻ വെറും 48 മണിക്കൂർ കൊണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തീവ്രവാദി സംഘടനകൾ പാകിസ്ഥാനിലേക്ക് തോക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. പാകിസ്ഥാനിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു താലിബാൻ തന്നെയുണ്ട്, തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ. വേറെയുമുണ്ട് സംഘങ്ങൾ. ഇവരുടെ ആക്രമണങ്ങളിൽ വശം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇതിനു പുറമെയാണ് ബലൂചിസ്ഥാനിലെ വിഘടനവാദം. അടുത്തിടെ ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു തീവണ്ടി തന്നെ തട്ടിയെടുത്തു. 30ഓളം പേർ മരിച്ചു. അമേരിക്കയുടെ ആണെങ്കിൽ പൊടി പോലുമില്ല കാണാൻ. പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിലൊന്നും പഴയതുപോലെ അമേരിക്കയെ കാണാനില്ല. അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്ത പാകിസ്ഥാൻ നടുക്കടലിലുമായി. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പഴയ പണി നിർത്തിയെന്നും നന്നായെന്നും പാകിസ്ഥാനിലെ ഭരണ നേതൃത്വം പറയുന്നത്. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും പാകിസ്ഥാനിലെ തീവ്രവാദികൾ അവരുടെ പ്രസ്ഥാനങ്ങൾ സ്വന്തമായി നിലനിൽക്കാനുള്ള ശക്തി നേടിക്കഴിഞ്ഞു. ഇന്ത്യയെ മാത്രമല്ല, പാക് സർക്കാരിനെയും ആക്രമിക്കാനുള്ള ശേഷിയും അവർക്കുന്നുണ്ട്. ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയിലാണ് ഇസ്ലാമാബാദ് ഇപ്പോൾ. അമേരിക്കയുമായി ഇടപെടുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ആപ്തവാക്യമുണ്ട്. അമേരിക്കയിലെ തന്നെ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ പറഞ്ഞത്: നിങ്ങൾ അമേരിക്കയുടെ ശത്രുവാകുന്നത് അപകടകരമായിരിക്കാം, പക്ഷേ അമേരിക്കയുടെ സുഹൃത്താകുന്നത് മാരകമാണ്. ആരാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി? പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ ചിമ്മിനി ഉയർന്നു. തിരുവസ്ത്രങ്ങൾ തുന്നി തുടങ്ങി. കോൺക്ലേവുകളുടെ ചരിത്രം എന്നും ആകാംക്ഷ നിറഞ്ഞതാണ്. അത്താഴ വിരുന്നുകളും കോഫി ചാറ്റുകളും പിൻവാതിൽ യോഗങ്ങളുമൊക്കെയാണ് റോമിൽ. എങ്ങും ചർച്ച ഒന്നു മാത്രം: ആരാകും ബിഷപ്പ് ഓഫ് റോം? ഡിന്നർ ടേബിൾ ലോബിയിങ്ങിനൊടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ ഭാഗ്യം ആർക്ക്? 2013 ഇത്തരം പ്രീ കോൺക്ലേവ് മീറ്റിംഗുകളിലാണ് ചരിത്രം തിരുത്തിയ നീക്കങ്ങളുണ്ടായത്. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായെന്നറിയിച്ച് സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ ഉയർന്നു. വത്തിക്കാനിലെ അഗ്നിശമന സേനാംഗങ്ങളാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ പുകക്കുഴൽ സ്ഥാപിച്ചത്. കറുത്ത പുക മാർപ്പാപ്പ ഇല്ലെന്നും വെളുത്ത പുക ഒരാളെ തെരഞ്ഞെടുത്തെന്നും സൂചിപ്പിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ രഹസ്യ ബാലറ്റാണ് നടക്കുക. കോൺക്ലേവിന്റെ ആദ്യ ദിവസം 1 വോട്ട്, 2ാം ദിവസം 4 വോട്ട്. മാർപ്പാപ്പയായി ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന വാചകമെഴുതിയ കടലാസ്. ഇതിന് താഴെ പേരെഴുതണം. വോട്ടറുടെ പേര് വിവരം രഹസ്യം. സിസ്റ്റൈൻ ചാപ്പലിൽ ഓരോ 2 റൗണ്ട് വോട്ടെടുപ്പിന് ശേഷവും കർദിനാൾമാരുടെ ബാലറ്റുകൾ കത്തിച്ച് ഫലം പുറം ലോകത്തെ അറിയിക്കും. പൊട്ടാസ്യം പെർക്ലോറേറ്റ്, ആന്ത്രസീൻ, സൾഫർ എന്നിവ അടങ്ങിയ കാട്രിഡ്ജുകളിൽ ബാലറ്റുകൾ കത്തുമ്പോഴാണ് കറുത്ത പുക. കത്തുന്ന ബാലറ്റുകൾ പൊട്ടാസ്യം ക്ലോറേറ്റ്, ലാക്ടോസ്, ക്ലോറോഫോം റെസിൻ എന്നിവ കലർത്തിയാൽ വെളുത്ത പുക. സിസ്റ്റൈൻ ചാപ്പലിൽ മാത്രമല്ല, വത്തിക്കാനാകെ ഒരുക്കങ്ങളിലാണ്. പുതിയ മാർപ്പാപ്പ വെളുത്ത വസ്ത്രം ധരിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ. ഇത് റെനീറോ മാൻസിനെല്ലി, വത്തിക്കാനിലെ തയ്യൽ തൊഴിലാളിയാണ്. അടുത്ത മാർപ്പാപ്പ ആരെന്നറിയില്ല. എന്നാലും മാർപ്പാപ്പയ്ക്കുള്ള തിരുവസ്ത്രവും മേലങ്കിയും തുന്നിത്തുടങ്ങി റെനീറോ മാൻസിനെല്ലി. പാപ്പയാരെന്ന് നിശ്ചയമില്ലാത്തതിനാൽ തന്നെ പല അളവിലുള്ള തിരുവസ്ത്രങ്ങളാണ് തുന്നുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് അളവുകളിലാണ് കുപ്പായം തയ്യാറാകുന്നത്. ലോറൻസോ ഗാമറല്ലി മാർപ്പാപ്പമാർക്ക് തിരുവസ്ത്രം തുന്നുന്ന പാരമ്പര്യത്തിന്റെ 6ാം തലമുറക്കാരനാണ്. 1798 മുതൽ വൈദികർ, ബിഷപ്പുമാർ, കർദിനാൾമാർ ഇവർക്കായി തിരുവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു മാൻസിനെല്ലി കുടുംബം. 7ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലം മുതൽ ഇവർ വത്തിക്കാന് വേണ്ടി സേവനം ചെയ്തു വരുന്നു. സമീപകാല കോൺക്ലേവുകളെല്ലാം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരുന്നു. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺക്ലേവ് എത്ര നാൾ നീണ്ടുനിന്നു? 3 വർഷം. 13ാം നൂറ്റാണ്ടിൽ റോമിന് വടക്കുള്ള വിദർഭോ നഗരത്തിലായിരുന്നു ആ കോൺക്ലേവ്. ക്ലെമന്റ് 4ാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താൻ കോൺക്ലേവ് നീണ്ടുനിന്നത് 3 വർഷം. കൃത്യമായി പറഞ്ഞാൽ 1006 ദിവസം. പോപ്പ് ഗ്രിഗറി 10ാമനെ തിരഞ്ഞെടുക്കാൻ എടുത്ത സമയം 1268 നവംബർ മുതൽ 1271 വരെ. ചരിത്രം അങ്ങനെയൊക്കെയാണ്.
ഓരോ പാപ്പാ തെരഞ്ഞെടുപ്പും പുതുചരിത്രവുമാണ്. ഭൂഖണ്ഡങ്ങൾ കാത്തിരിക്കുകയാണ് ബിഷപ്പ് ഓഫ് റോമിനെ. ഏത് വൻകരയിൽ നിന്നാകും ഇവരെല്ലാം കാത്തിരിക്കുന്ന പുതിയ പാപ്പ? നാട്ടിലിപ്പോൾ ഇടിവെട്ട് മഴ പെയ്യുന്ന മീനമാസമാണ്. പക്ഷേ ലണ്ടനിൽ അങ്ങനെയല്ല. മീനസൂര്യൻ ഫുൾ ഫോമിലാണ്. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് ലണ്ടൻ. മോസ്കോയിലാകട്ടെ മെയ് മാസം പതിവ് തെറ്റിച്ച് മഞ്ഞുവീഴ്ചയാണ്. ലണ്ടനിൽ മെയ് മാസം പിറന്നത് തന്നെ റെക്കോർഡ് ചൂടോടെയാണ്. 29.3 ഡിഗ്രിയാണ് താപനില. പെരും ചൂട്. സാധാരണ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ കാലാവസ്ഥ. ഇത്തവണ നേരത്തെയാണ്. -20°C മുകളിലേക്ക് നേരത്തെ തന്നെ എത്തി. തണൽ തേടിയെത്തുന്നവരുടെ തിരക്കാണ് പാലങ്ങൾ മുതൽ പാർക്കുകളിൽ വരെ. സ്വാഭാവികമായും ഐസ്ക്രീം കച്ചവടമാണ് ഇപ്പോൾ ട്രെൻഡ്. നമ്മുടെ നാട്ടിലെ വണ്ടിത്തട്ടുകടകൾ പോലെയാണ് ഇവിടെ ഐസ്ക്രീം വാനുകൾ. കച്ചവടം പൊടി പൊടിക്കുമെന്ന സന്തോഷമാണ് വ്യാപാരികൾക്ക്. അത്യുഷ്ണം മധുരിതമാക്കുകയാണ് യാത്രക്കാരും. തീയിൽ കുരുത്തവർ വെയിലത്ത് വാടില്ല എന്നാണല്ലോ. വെയില് കാഞ്ഞു മടുക്കുമ്പോൾ വർഷമേഘങ്ങൾ എത്തട്ടെ. ലണ്ടനിൽ ഇങ്ങനെയാണെങ്കിലും മോസ്കോയിൽ മഞ്ഞാണ്. പതിവുകൾ തെറ്റിച്ച് മെയ് മാസം മഞ്ഞു പൊഴിക്കുകയാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് ഈ കാഴ്ച. മഞ്ഞ് പെയ്യുകയാണ് എല്ലായിടത്തും. മഞ്ഞുവീഴ്ചയുടെ ഫലമായി മരങ്ങൾ കടപുഴകി. വയറുകളിൽ ഐസിംഗ് ഉണ്ടായതോടെ വൈദ്യുതിയുമില്ല. മോസ്കോ മേഖലയിലെ ഏകദേശം 26,000 പേരാണ് ഇരുട്ടിലായത്. അതങ്ങനെയാണ്. കാലം തെറ്റുകയാണ് എല്ലാത്തിനും. കാലം തെറ്റുന്ന വെയിൽ, മഴ, മഞ്ഞ്. കാരണക്കാർ ആരെന്ന് സംശയം വേണ്ട, നമ്മൾ തന്നെ. കാലത്തിനൊത്ത് മുന്നോട്ട്. അതല്ലാതെ പോംവഴിയില്ലല്ലോ. മോസ്കോയിലും ലണ്ടനിലും മനുഷ്യനുള്ള എവിടെയും. ട്രൂ സ്പിരിറ്റിൽ മാത്രം കാണേണ്ട ഒരു റിപ്പോർട്ടാണ്. കടൽ കടന്ന് ലഹരി നുരയുന്ന യാത്രകളോട് താല്പര്യമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കൊരു ലൈബ്രറി പരിചയപ്പെടുത്താം. ഇവിടെ പക്ഷേ ഷെൽഫിൽ പുസ്തകങ്ങളല്ല, ചില്ലുകുപ്പികളാണ്. ഭ്രമിക്കുന്ന ജിന്ന് നിറച്ച ചില്ലുകുപ്പികൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യത്തിൽ സാൻ മിഗുവൽ എന്ന കൊച്ചുദ്വീപ്. അവിടെ ഒരു ജിൻ ലൈബ്രറി. സംശയിക്കേണ്ട, ആ ജിൻ തന്നെ. അലി ബുള്ളോക്കിന്റേതാണ് ഇത്തരമൊരു ആശയവും സാക്ഷാത്കാരവും. ഷെൽഫുകൾ നിറയെ ജിന്നാണ്. പല രുചിയിൽ, പല ചേരുവകളിൽ. ലോകത്ത് ഇത്തരമൊരു കാഴ്ച അപൂർവമാണ്. 2019 ഈ ജിൻ ലൈബ്രറി തുടങ്ങിയത്. അന്ന് 330 ബോട്ടിലുകൾ മാത്രം. ജിന്നിന്റെ വ്യക്തിഗത ശേഖരം മാത്രമായിരുന്നു. മികച്ച ജിൻ രുചിക്കാൻ ക്ഷണിക്കുക എന്നതായിരുന്നു ആശയം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലുതും അപൂർവവുമായ ജിൻ ബാർ എന്ന് തന്നെ പറയാം. ജിൻ കളക്ഷനിൽ ഇപ്പോഴുള്ളത് 2000-ലധികം വെറൈറ്റികൾ. അതും 75 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം ജിന്നുകൾ. കെനിയൻ ബ്രാൻഡ് ബ്ലൂ ഡോട്ട് ജിന്നാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വിലയേറിയത്. ഖാനയിൽ നിന്നുള്ള അബോട്ടിയ ജിന്നാണ് ഏറ്റവും വില കുറഞ്ഞതും. ഇനിയാണ് ട്വിസ്റ്റ്. ഇത്തരമൊരു ജിൻ ലൈബ്രറി വീര്യം കൂടാൻ മാത്രമല്ല, അതിനൊരു സദുദ്ദേശം കൂടിയുണ്ട്. ലാഭത്തിന്റെ ഒരു വിഹിതം ഓഷ്യൻ അസോറസ് ഫൗണ്ടേഷനാണ്. കടൽ ജീവികളെ സംരക്ഷിക്കുന്ന സന്നദ്ധ സംഘടന. വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗലങ്ങളെ സംരക്ഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കടലാഴങ്ങളിലെ തിമിംഗലങ്ങളുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് അലി ബുള്ളോക്കിന്റെ ഓരോ പുതിയ ബ്ലെൻഡും. ജിൻ ലൈബ്രറിയിലെ ഓരോ പെഗ് മെഷറിലും ഈ സ്നേഹത്തിന്റെ തിരയിളക്കമുണ്ട്. ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അയാളുടെ ഒപ്പം ഉണ്ടാകും. ലോകത്തെ മുഴുവൻ മാസ്മരിക വലയത്തിലാഴ്ത്തിയ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റാണിത് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. സാന്റിയാഗോയെ കാത്തിരുന്ന വിസ്മയങ്ങൾ പോലെ കാത്തിരിക്കുന്ന ഭൂലോക വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്ത വാരം.